ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സായാഹ്ന വന്ദനം അറിയിക്കുന്നു. നമ്മുടെ തിരുവചന പഠനത്തിൻ്റെ മൂന്നാമത്തെ രാത്രിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നു. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രി നിങ്ങളെ കാണുവാൻ സ്വർഗമിടയാക്കിയതിന് ഞാൻ കർത്താവിന് സ്തുതിയും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ദൈവത്തിൻ്റെ വചനം എവിടെ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ ഒന്നും അത് മറഞ്ഞിരുന്നിട്ടില്ല. എത്രയോ നാളുകളായി ദൈവത്തിൻ്റെ വചനം കോടാനുകോടി ജനങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാത്രിയും വചനത്തിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ പ്രാരംഭ രാത്രി പറഞ്ഞതുപോലെ ദൈവസഭയിലുള്ള ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം നമ്മെ വിശുദ്ധീകരിക്കുവാനും കർത്താവിൽ നമ്മെ തികഞ്ഞവരാക്കുവാനും വേണ്ടി മാത്രമാണ് ദൈവം നൽകിയിരിക്കുന്നത്. സകല വരങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ടാണ്. സകല വാഗ്ദത്തങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ടാണ്. ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് ഉദവി ചെയ്ത സകല നന്മകളും നമ്മുടെ വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനാകണം. സാത്താൻ്റെ ചില തെറ്റായിട്ടുള്ള ചിന്തകൾ നാം കഴിഞ്ഞ രാത്രി പഠിച്ചു. ഒരുപാട് എണ്ണം ഉണ്ടെങ്കിലും ഒരു 7 to 8 നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മെ വഞ്ചിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ലോകം മുഴുവനും വഞ്ചന നിറഞ്ഞ ഒരു ലോകമാണ്. നിങ്ങൾക്കത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. വഞ്ചിക്കപ്പെടാത്ത ആരായി ലോകത്തിലുള്ളത്? ദിനം പ്രതി നാം എല്ലാവരും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വഞ്ചിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തണം. സകലരും ഏത് നിമിഷവും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മിനി സ്ക്രീനിൽ ഒരു പൗഡറിൻ്റെ പരസ്യം ഞാൻ കണ്ടു. വളരെ സുന്ദരിയായിട്ടുള്ളൊരു യുവതി ഈ പൗഡറിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: ഈ പൗഡർ നിങ്ങൾ ഉപയോഗിച്ചാൽ എന്നെ പോലെ സുന്ദരിയായി തീരുമെന്ന്. ഞാൻ പെട്ടെന്ന് എൻ്റെ മുൻപിൽ ഇരുന്ന പൗഡർ ടിൻ എടുത്ത് വെറുതെ വായിച്ചു നോക്കി. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. നമ്പർ 1, കാൽസ്യം കാർബണേറ്റ്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കുമ്മായം, ചോക്കുപൊടി, ഇതാണ് പൗഡറിനകത്ത് പ്രധാനമായിട്ട് പൊടിച്ച് ചേർത്തിരിക്കുന്ന സംഗതി. കുമ്മായം ഇട്ടാൽ സൗന്ദര്യം ഉണ്ടാകുമോ? ഇല്ല. പക്ഷേ കുമ്മായം ഇട്ടാൽ സൗന്ദര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആരും ഈ പൗഡർ വാങ്ങിക്കില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ വഞ്ചിച്ചിട്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ മാർക്കറ്റ് ചെയ്തു. സുന്ദരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഇടണം. ദൈവം കനിഞ്ഞു നൽകിയ, ദൈവത്തിൻ്റെ വരദാനമായ, ദൈവത്തിൻ്റെ മാത്രം ദാനമായി ലഭിച്ച ഒരു സൗന്ദര്യമാണ് ഈ പരസ്യത്തിൽ നിൽക്കുന്ന ഈ കുട്ടിക്കുള്ളത്. പൗഡർ ഇട്ടിട്ടുണ്ടായി വന്ന ഒരു സൗന്ദര്യമൊന്നും അല്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഫെയർ ആൻഡ് ലവ്ലി പുരട്ടിയ ഒരു സൗന്ദര്യമൊന്നും ഉണ്ടായിട്ടില്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ നമുക്ക് നൽകിയ അതേ സൗന്ദര്യമാണ് ഇന്നു വരെ നമുക്കുള്ളത്. അതിനപ്പുറം ഒരു സൗന്ദര്യം ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ നാം വഞ്ചിക്കപ്പെട്ടു. ദിവസവും നാം പൗഡർ ഇടുമ്പോൾ നാം ചിന്തിക്കുന്നത് നാം കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്ന്, അല്ലേ? ഇന്ന് ലോകം നമ്മെ വഞ്ചിക്കുന്ന 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. 1, നമ്മുടെ ബ്യൂട്ടി. 2, നമ്മുടെ ഹെൽത്ത്.
മൂന്നാമതായി നമ്മുടെ പ്രൈഡ്. ഒരു ബെൻസ് കാർ വീട്ടിലുണ്ടെങ്കിൽ നീ രാജാവാകുമെന്ന ബെൻസ് കാറിൻ്റെ പരസ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത പണം കൊടുത്തൊരു ബെൻസ് കാർ മേടിച്ച് വീടിൻ്റെ മുമ്പിൽ ഇട്ടിട്ട് പുള്ളി ചിന്തിക്കുക ഞാൻ രാജാവാണ്. ബെൻസ് കാറൊന്നും മേടിച്ച് വീടിൻ്റെ മുമ്പിൽ ഇട്ടാൽ രാജാവൊന്നും ആകത്തില്ല. പക്ഷേ എങ്ങനെയോ അത് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു. നീളം വെക്കാൻ കോംപ്ലാൻ കുടിച്ചാൽ മതി എന്ന് പരസ്യക്കാർ പറയുകയാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒന്ന് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്, എന്നെ ആരും പിടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മാക്സിമം മോളിൽ കയറി പിടിക്കാനായിട്ട് എന്ത് ചെയ്യും, ശ്രമിക്കുക. ഏത് കുട്ടിക്കും ഉള്ള ഒരു ചിന്തയാണ് കുറച്ച് ഉയരം ഉണ്ടാകുക. അപ്പോഴാണ് പറയുന്നത് കോംപ്ലാൻ കുടിച്ചാൽ എന്ത് ചെയ്യും. കോംപ്ലാൻ കുടിച്ച് ഇതുവരെ ഒരു കുട്ടികൾക്കും ഉയരം എന്ത് ചെയ്തിട്ടില്ല, വെച്ചിട്ടേ ഇല്ല. പക്ഷെ നാം വഞ്ചിക്കപ്പെടുകയാണ്. നാം കോംപ്ലാൻ എന്ത് ചെയ്യുന്നു, വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കുക, കുറച്ച് ഉയരം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞത് ലോകത്തിൽ വഞ്ചിക്കപ്പെടാത്ത ഒരു വ്യക്തിയുമില്ല. നാം ഈ ലോകത്തിൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മീയമായി നാം എന്ത് ചെയ്യുന്നു, കനത്ത വഞ്ചനയിൽ പെടുകയാണ്. വളരെ ശ്രദ്ധയോടെ വേണം നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വഞ്ചനയുടെ, ദിനംപ്രതി നടക്കുന്ന വഞ്ചനയുടെ ചില ചെറിയ ഉദാഹരണങ്ങളാണ്. ആത്മീക മണ്ഡലത്തിലും നാം ഒരുപാട് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാളുകളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്തുവാനും ഒരു ബൈബിൾ ക്ലാസ് കൊണ്ട് മാത്രം അത് അവസാനിക്കാതെ തുടർമാനമായി വ്യക്തിപരമായി ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് നാം സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് എന്നും സാധ്യമാകുകയുള്ളൂ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഹൗ ടു ലീവ് ഹോളി. നമുക്ക് എങ്ങനെ വിശുദ്ധനായി ജീവിക്കാനായിട്ട് കഴിയും. ക്ലാസ്സിന് മുൻപ് ചിലർ എന്നോട് വന്ന് ചോദിച്ചു എങ്ങനെ അതിന് സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുമ്പോൾ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം എങ്ങനെ നമുക്കൊരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയും. ഞാനിതെല്ലാം സംസാരിക്കുന്നത് ഒരു നല്ല ഹൃദയം, ഒരു നല്ല ജീവിതം നയിക്കാനായിട്ടുള്ള ആത്മാർത്ഥമായ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള ധാരണയിലാണ്. അല്ലാതെ ഇതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു നല്ല താല്പര്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ട് എന്നുള്ള ചിന്തയാണ് ഈ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുകയും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. യെശയ്യാവിന്റെ പുസ്തകം നാം തുടക്കത്തിൽ തന്നെ വായിച്ചിരുന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നാം തുടക്കത്തിൽ തന്നെ വായിച്ചിരുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുവൻ മറ്റൊരുവനെ നോക്കി ഉച്ചത്തിൽ ആർപ്പിട്ടുകൊണ്ടിരുന്നു. ചില ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 9 തവണയാണ് പരിശുദ്ധൻ 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 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ കുറഞ്ഞതൊരു 6 ട്രാൻസ്ലേഷൻ ഞാൻ പരിശോധിച്ചപ്പോൾ, വളരെ പ്രധാനപ്പെട്ട ചില പരിഭാഷകൾ പരിശോധിച്ചപ്പോൾ അതിലെല്ലാം 9 തവണ പരിശുദ്ധൻ 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 എന്ന് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ നാം ഉപയോഗിക്കുന്ന പോപ്പുലർ വേർഷൻസിലൊക്കെ 3 പരിശുദ്ധൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ മൂലഗ്രന്ഥത്തിൽ പരിശുദ്ധൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 10 തവണയാണ്. 10 തവണയാണ്. പിന്നെ എന്താകാം നമ്മുടെ പുതിയ നവീന പരിഭാഷകളിലൊക്കെ 3 ആക്കിയത്? ഒരു പക്ഷേ വായനയുടെ ക്രമീകരണം കൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയും റെപ്രസെന്റ് ചെയ്ത് പരിശുദ്ധൻ 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 എന്ന് ഉപയോഗിച്ചതാകാം. എങ്ങനെയാണെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള സ്ക്രിപ്റ്റിൽ 10 തവണയാണ് യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലെ പരിശുദ്ധൻ എന്ന പദം ആവർത്തിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവത്തിൻ്റെ വചനം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് വിശുദ്ധി. ദൈവത്തിൻ്റെ നിത്യ അലങ്കാരം എന്നുള്ളത് വിശുദ്ധിയാണ്.
ദൈവം എപ്പോഴും തന്നെ തന്നെ അലങ്കരിക്കുന്നത് വിശുദ്ധി കൊണ്ട് ആണ്. മറ്റൊരലങ്കാരവും ദൈവത്തിന് നിത്യ അലങ്കാരമായിട്ട് ഇല്ല. അവിടുന്ന് വിശുദ്ധനാകുവാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. അവന്റെ നിത്യാലങ്കാരം വിശുദ്ധമാകയാൽ ആ വിശുദ്ധരാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ ക്ലാസിന്റെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, വഴിമധ്യേ നമ്മെ അനാഥരായി സ്വർഗത്തിലെ ദൈവം വിടുകയില്ല. അവന്റെ വിശുദ്ധി പ്രാപിക്കുവോളം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിച്ച് നമ്മെ ബലപ്പെടുത്തി അവന്റെ വിശുദ്ധിയുടെ അളവോളം എത്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് നമ്മെ സഹായിക്കും. ഈ ഉറപ്പ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഞാൻ മുൻപ് പറഞ്ഞ 1-2 വാക്കുകൾ പിന്നെയും ആവർത്തിക്കുകയാണ്. അവിടുത്തെ പുത്രനെ പോലെ ആകുവാനായിട്ടാ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനപ്പുറമുള്ള ഒരു കാര്യപരിപാടി സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഇല്ല. എങ്ങനെ നമുക്ക് ഒരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയും? നമ്മെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, സാത്താൻ കൊണ്ടുവരുന്ന ചിന്തകളുണ്ട്. അപ്പോൾ തന്നെ ഒരു നല്ല വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഒന്നാമതായിട്ട് വിശുദ്ധനായി ജീവിക്കാനായിട്ട് ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ കാര്യം ലവ് ഹോളിനെസ്. വിശുദ്ധിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. സങ്കീർത്തനം 11-ാം അധ്യായത്തിൻ്റെ സാംസ് 11-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. യഹോവ നീതിമാനാണ്, അവിടുന്ന് നീതിയെ ഇഷ്ടപ്പെടുന്നു. ദ ലോർഡ് ഈസ് റൈച്ചസ്, ഹി ലവ്സ് റൈച്ചസ്നെസ്. 45-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും നാം വായിച്ചിരുന്നു, നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. ഇവിടെയെല്ലാം നമ്മുടെ മശിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണെങ്കിലും അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് നീതിയെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ബന്ധം നമുക്ക് ഈ വാക്യങ്ങളിലെല്ലാം ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നീതിയെ ഇഷ്ടപ്പെടുന്നു. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. 45-ൽ നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അപ്പോൾ നീതിയെയും വിശുദ്ധിയെയും സ്നേഹിക്കാൻ കഴിയാതെ നമുക്കൊരിക്കലും ഒരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയുകയില്ല. നാം എപ്പോഴും ഒരു വിശുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധിയെ ഇഷ്ടപ്പെടാതെയാണ് വിശുദ്ധനായി ജീവിക്കാൻ നാം ശ്രമിക്കുന്നത്. ഒന്നിനെ ഇഷ്ടപ്പെടാതെ അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ അത് ദുഷ്കരമായ ഒരു കാര്യമാണ്. ഉദാഹരണമായി, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുമായി ജോലി ചെയ്യാനായി തുടങ്ങിയാൽ വലിയ പ്രശ്നമാണ്, ടെൻഷനാണ്, പ്രഷർ കൂടും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്കിഷ്ടമല്ലാത്ത ഒരാളോട് ജീവിതം ആരംഭിച്ചാലും പ്രശ്നമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ കണ്ടാൽ തന്നെ നമ്മുടെ മുഴുവനും മൂടും എന്ത് ചെയ്യും? തെറ്റുമല്ലേ? ആകെ അസ്വസ്ഥമാകും. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി. അപ്പോൾ നാം സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ നാം കണ്ടാൽ അദ്ദേഹം നമുക്കൊരു ഭാരമാണ്, നമുക്ക് മുൻപോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ നാം പലപ്പോഴും വിശുദ്ധിയെ സ്നേഹിക്കുന്നില്ല, എന്നാൽ വിശുദ്ധനായി ജീവിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പമാണ്. അപ്പോൾ എന്തു ചെയ്യും? ഭയങ്കര ചുമടെടുക്കുന്നത് പോലെ വലിച്ചു, എന്ത് ചെയ്യാം, ഒന്നും പറയാനും മേല, ഇല്ലായിരുന്നെങ്കിൽ വല്ലതൊക്കെ പറയായിരുന്നു. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ വന്ന് ചാടിയല്ലോ എന്ന് വെച്ചാൽ നമുക്ക് സ്നേഹമില്ല. We try to live holy without real love towards holiness. വിശുദ്ധിയോട് യഥാർത്ഥമായ ഒരു സ്നേഹമില്ലാതെ നാം എന്ത് ചെയ്യുകയാണ്? വിശുദ്ധനായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാ
ഇതിന് മുൻപ് പുറത്ത് വെച്ചതിനോട് ചോദിച്ച ആളുകളുള്ള എൻ്റെ ഉത്തരം, പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല, ഭാരമാണ്. പ്രശ്നം ഇതാണ്, നാം വിശുദ്ധിയെ സ്നേഹിക്കുന്നില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എന്ത് കാര്യവും നാം ചെയ്യണമെങ്കിൽ അതിനെ ആദ്യം ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടാതെ നമുക്കത് നിർവഹിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി വിശുദ്ധനായി ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ തീരുമാനിക്കുകയാ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വിശുദ്ധിയെയാണ്. വിശുദ്ധിയെ സ്നേഹിക്കാൻ ആരംഭിക്കുമ്പോൾ നാം അത് ചെയ്യുന്നതിൽ മടുപ്പില്ലാതെ, സന്തോഷത്തോടെ, അതിൻ്റെ പൂർണ്ണ അനുഭവത്തോടെ അത് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവത്തെ നിശ്ചയമായും സ്നേഹിക്കുവാനും വിശുദ്ധിയെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ഒരു വിശുദ്ധനായി ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. രണ്ടാമതായി, വിശുദ്ധനായി ജീവിക്കാനുള്ള രണ്ടാമത്തെ ഞാൻ നൽകുന്ന ടിപ്സ്, ഒരു ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തെ നാം കാണണം. എപ്പോഴും ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കണം. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 99-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വചനം, നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ക്ഷമ കാണിക്കുന്ന ദൈവമെന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ക്ഷമ കാണിക്കുന്ന ദൈവം, നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവം. 103-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്നിട്ട് ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. 5 ബെനിഫിറ്റ്സ്, 5 ഉപകാരങ്ങൾ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. നീ എൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, എൻ്റെ സകല രോഗങ്ങളെയും എന്ത് ചെയ്യുന്നു, സൗഖ്യമാക്കുന്നു. ദയയും കരുണയും എന്ത് ചെയ്യുന്നു, എന്നെ അണിയിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണെന്നറിയാമോ? നീ എൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു. അതിൻ്റെ കീഴെയാണ് രോഗവും അണിയിക്കലും സമാധാനവും ദയയും ഒക്കെ വന്നിരിക്കുന്നത്. 1-ാം നമ്പർ വന്നിരിക്കുന്നത് അവിടുന്ന് നമ്മുടെ അകൃത്യത്തെ മോചിച്ച ദൈവമാണ്. ഇന്ന് രാത്രി ഒരു വിശുദ്ധനായി ജീവിക്കുമ്പോൾ ക്ഷമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്വഭാവത്തെ ലക്ഷ്യമാക്കി വേണം നാം ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ ആരംഭിക്കാൻ. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഈ സങ്കീർത്തനം ഭയങ്കര ഡെപ്തുള്ള ഒരു സങ്കീർത്തനമാണ്. നിങ്ങൾ വായിച്ചവർക്കറിയാം. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണയായി സയൻസിൽ 3 ഡയമെൻഷൻസേ ഉള്ളല്ലേ, 3 ഡയമെൻഷൻസാണ് സയൻസിലുള്ളത്. എന്നാൽ ബൈബിളിൽ 4 ഡയമെൻഷൻസാണ് പറയുന്നത്. അത് നമുക്ക് ഈ 103-ാം സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ഉയരം, വീതി, ആഴം, നീളം. അപ്പം ബൈബിളിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ ഡയമെൻഷനേക്കാൾ ഒരെണ്ണം കൂടുതലാണ്. ഇവിടെ അതിൻ്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, 103-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവക്ഷമയുടെ ഉയരം സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ദൈവത്തിൻ്റെ ഫോർഗീവ്നെസ്സിൻ്റെ ഉയരം, ഹൈറ്റ് പറയുകയാണ്. അതിങ്ങനെയാണ്, ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ദൈവത്തിൻ്റെ ക്ഷമയെ നാം ഓർക്കുമ്പോൾ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി സമർപ്പിക്കുന്ന, വിശുദ്ധിയെ സ്നേഹിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ക്ഷമയുടെ ഉയരം നാം അറിയണം. അത് ഉയരം ഇങ്ങനെയാണ്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ പാപങ്ങളെയും നമ്മുടെ അകൃത്യങ്ങളെയും നമ്മോട് അകറ്റിയിരിക്കുന്നു. പലപ്പോഴും ഓർക്കാണ്ട് വിശുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിക്കാൻ, എന്തുകൊണ്ടാണ് വിശുദ്ധനായി ജീവിക്കുന്നത്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ പാപങ്ങളെ അവൻ ക്ഷമിച്ചത് കൊണ്ടാണ് ഞാനൊരു വിശുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. വേറെ കാരണമൊന്നുമില്ല, വേറെ കാരണമൊന്നുമില്ല. 2, അതിൻ്റെ 12-ാമത്തെ വാക്യം, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ.
ദൈവക്ഷമയുടെ വീതിയാ. ദൈവം നമ്മോട് ക്ഷമിച്ച അതിൻ്റെ വിട്ട് എങ്ങനെയാണെന്നറിയാം, വീതി എങ്ങനെയാണെന്നറിയാമോ? ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ ഒരിക്കലും അവ തമ്മിൽ ഒരിക്കലും കൂട്ടുമുട്ടുകയില്ല. അതുപോലെ കർത്താവ് നമ്മുടെ പാപങ്ങളെ എന്ത് ചെയ്തു? ക്ഷമിച്ചു. മൂന്നാമതായി 13-ാമത്തെ വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് ദൈവത്തിൻ്റെ കരുണയുടെ ക്ഷമയുടെ ആഴമെത്ര! ഒരപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഡെപ്താണ് ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഴം. 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് യഹോവയുടെ ദയോ എന്നും എന്നേക്കും, അതിൻ്റെ നീളമാ, എന്നും എന്നേക്കും കാണാൻ കഴിയാത്ത വിധത്തിൽ, ഒരിക്കലും അറ്റുപോകാത്ത വിധത്തിൽ ദൈവസ്നേഹം അങ്ങനെ നീണ്ടു കിടക്കുകയാ. ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും നമ്മോട് അതുപോലെ ദീർഘമായിരിക്കുകയാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്: ദൈവക്ഷമയുടെ ഉയരവും വീതിയും നീളവും ആഴവും അത് വലുതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത് തന്നെ വ്യത്യസ്തമായ വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ദൈവക്ഷമയുടെ ഉയരം പിന്നെയും പരിശുദ്ധാത്മാവ് നമുക്ക് വർണ്ണിച്ച് നൽകുന്നുണ്ട്. യെശയ്യാവ് 44-22 വായിക്കാമോ? ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളഞ്ഞു. ദൈവ ക്ഷമയുടെ ഉയരം കാർമുകിലിന്റെ മുകളിൽ കയറി അതിന്റെ മേഘങ്ങളെ മായ്ച്ചു കളയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ലോകത്തിലെ ഒരു വ്യക്തിക്കും ഉരച്ചു മാറ്റി മായ്ച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ ഉയരത്തിലായിരുന്ന, ആർക്കും അസാധ്യമായിരുന്ന പാപത്തെ കാർമുകിലിന്റെ മുകളിൽ കയറി മായ്ച്ചു കളയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞു. വിശുദ്ധനായി ജീവിക്കാനായി ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിശുദ്ധനായി ജീവിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാ വിശുദ്ധനായി ജീവിക്കുന്നത് ചോദിച്ചാൽ ചങ്കൂറ്റത്തോടെ പറയണം: കാർമുകിലിനെയും മേഘത്തെയും മായ്ച്ചു കളയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം എൻ്റെ പാപങ്ങളെ എന്നോട് മാറ്റിക്കളഞ്ഞു. അല്ലാതെ വെറുതെ ഒന്നും നാം വിശുദ്ധനായി ജീവിക്കേണ്ട. ദൈവം അതിനുവേണ്ടി ക്ഷമയുടെ ആഴം നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീതി പറയുന്ന 103-ാം സങ്കീർത്തനത്തിലാണ്: ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. എന്തിനാ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് വിശുദ്ധനായി ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ പറയണം: ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവ് എൻ്റെ ലംഘനങ്ങളെ എന്നോട് അകറ്റി. മൂന്നാമതായി അതിൻ്റെ ആഴം മീഖ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. മീഖ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം 19: അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഴം എത്രയെന്നറിയാമോ? സമുദ്രത്തിൽ ഇട്ടുകളയുന്ന ആഴമാണ്. ഇത് എഴുതുമ്പോൾ സമുദ്രത്തിനകത്തൊന്നും നഷ്ടപ്പെട്ട തിരിച്ചെടുക്കാൻ കഴിയുന്ന യാതൊരു സംവിധാനങ്ങളും കണ്ടെത്താത്ത കാലത്താ ദൈവക്ഷമയുടെ ആഴം മീഖ പറയുന്നത്. ഇന്നൊരു പക്ഷേ സമുദ്രത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ആധുനികമായ ക്രമീകരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ അന്ന് ഒരു കാര്യം സമുദ്രത്തിൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന കരുതുന്ന ഒരു കാലത്ത് മീഖ പറയുകയാണ്: ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത് അവൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നമ്മുടെ പാപങ്ങളെ ഇട്ടുകളഞ്ഞു. എന്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവക്ഷമയുടെ ആഴം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്.
എൻ്റെ പാപങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ സമുദ്രത്തിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ടത് കൊണ്ടല്ലേ ഇന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുന്നത്? എത്ര പേർക്ക് പറയാൻ കഴിയും? അതുകൊണ്ട് പറയണം, എനിക്കൊരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയണം. നാലാമതായിട്ട് യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് ധ്യാനിക്കേണ്ട വാക്യങ്ങളും കൂടിയാണ്. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യങ്ങൾ. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞത് കൊണ്ട്. ദൈവം നമ്മുടെ പാപങ്ങളെ എവിടെ എറിഞ്ഞു കളഞ്ഞെന്നറിയാം? അവൻ്റെ പിറകിലാ. മുമ്പിലായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുമായിരുന്നു? ഇല്ല, മോശമൊന്നും ഇല്ല പുള്ളി. നമ്മുടെ എല്ലാവരും മറ്റുള്ളവരുടെ പാപങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ നമ്മുടെ മുമ്പിലായിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാ ഈ പുള്ളി വലിയ, എനിക്കറിയാം, ദൈവം മുമ്പിൽ വെച്ചില്ല. അതുകൊണ്ട് നമ്മൾ മുമ്പ് വെച്ചുകൊണ്ട് നടക്കുക, സമയത്തെടുത്ത് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? പിറകിൽ എറിഞ്ഞു കളഞ്ഞു. പിറകിൽ എറിഞ്ഞു കളഞ്ഞു. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? വിശുദ്ധനായി നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ദൈവക്ഷമയുടെ ആഴം നാം ധ്യാനിച്ചാൽ നിശ്ചയമായും നമുക്ക് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയും. ഇതുപോലെ എന്നെ സ്നേഹിച്ച ഒരു ദൈവത്തെ എനിക്കെങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും എൻ്റെ ജീവിതം കൊണ്ട്? കാർമുകിലെ പോലെ ഉയരത്തിൽ നിന്ന് എൻ്റെ പാപത്തെ മായ്ച്ചു കളഞ്ഞ ഒരു ദൈവം, ഉദയമസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ വിദൂരമായ വലിയ പാപങ്ങൾ ഞാൻ ചെയ്ത എൻ്റെ പാപങ്ങളെ ദൈവം മായ്ച്ചു കളഞ്ഞു എങ്കിൽ, സമുദ്രത്തിന്റെ ആഴത്തിൽ എൻ്റെ പാപങ്ങളെ ഇട്ട് കളഞ്ഞെങ്കിൽ, അവന്റെ പുറകിൽ എൻ്റെ പാപങ്ങളെ എറിഞ്ഞു കളഞ്ഞെങ്കിൽ, എനിക്ക് ആ ദൈവത്തെ എൻ്റെ ജീവിതം കൊണ്ട് വേദനിപ്പിക്കാൻ കഴിയുകയില്ല. ഇത് നമ്മെ ഒരു വിശുദ്ധനായി ജീവിക്കാൻ ശാക്തീകരിക്കുന്ന ധ്യാനമാണ്. ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഴം നമുക്ക് ധ്യാനിക്കുമ്പോൾ. അതുകൊണ്ടല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞാണെങ്കിലും അതിൻ്റെ വേറൊരു ഭാഗം പറയാം. ഈജിപ്തിൽ യോസഫിൻ്റെ മുൻപിൽ വലിയൊരു പരീക്ഷ വന്നപ്പോൾ യോസഫ് പറയുന്നത്, ഹൗ ക്യാൻ ഐ കമ്മിറ്റ് ദിസ് സിൻ എഗൻസ്റ്റ് മൈ ഗോഡ്? എൻ്റെ ദൈവത്തിനെതിരായി എനിക്ക് ഈ പാപം എങ്ങനെ ചെയ്യാനായിട്ട് കഴിയും? അവൻ പറയുന്നത് ദൈവക്ഷമയുടെ ആഴം അറിഞ്ഞാ പറയുന്നത്. ഇന്ന് രാത്രി ജീവിതത്തിൽ പ്രലോഭനങ്ങളും പരീക്ഷകളും അശുദ്ധിയുടെ വിളികളും നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പറയണം, ഇതുപോലെ എന്നോട് ക്ഷമിച്ച ഒരു ദൈവത്തിനെതിരെ എനിക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? ഇതാ ദൈവക്ഷമയുടെ ആഴം നാം ധ്യാനിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വിശുദ്ധി എന്ന് പറയുന്നത് ഒരു കഠിനമായ ഒരു യാത്രയല്ല, അത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതമായി മാറും. മൂന്നാമത്തെ ഭാഗം, ഞാൻ വേഗം മുൻപോട്ട് പോകുന്നു. മൂന്നാമത്തെ ഭാഗം, തീരുമാനിക്കണം വിശുദ്ധനായി ജീവിക്കാനായിട്ട്. ഒന്ന്, നാം വിശുദ്ധിയെ സ്നേഹിക്കണം. സ്നേഹിച്ച ശേഷം നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഴം എപ്പോഴും ധ്യാനിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ വേദനിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കഴിയില്ല, അസാധ്യമാണ്. നമ്മുടെ തളർന്നു വീഴും, നമുക്ക് ചെയ്യാൻ കഴിയില്ല. മൂന്നാമതായും തീരുമാനിക്കണം വിശുദ്ധനായി ജീവിക്കാനായിട്ട്. ദാനിയേൽ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു നല്ല ചെറുപ്പക്കാരൻ എന്ത് കഴിച്ചാലും ദഹിച്ചു പോകുന്ന ഒരു പ്രായം. ഭക്ഷണം എന്ന് പറയുന്നത് ഒത്തിരി സ്കേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. കാരണം നിരന്തര യുദ്ധങ്ങളിലൂടെ ദേശം ഒരു പരുവത്തിൽ പട്ടിണിയായി, പിന്നീട് ദേശം പിടിക്കപ്പെട്ടു. അവിടുന്ന് വന്ന ഒരാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കണ്ടാൽ എന്ത് ചെയ്യും? നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വിടുവോ? കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞപ്പം
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചികിത്സയിലായിരുന്നു, അതുകൊണ്ട് ഭക്ഷണത്തിന് ഡയറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഭക്ഷണത്തിൻ്റെ മീതെ കമന്ന് കിടക്കുവാന്ന് പുള്ളി പറഞ്ഞു. ദാനിയേൽ നിറവുള്ള ഭക്ഷണമേശയുടെ മുൻപിലെത്തി. അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്: രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ ഞാൻ